പാട്ട് ഈ പാട്ടേ അമ്മ ആ പുട്ടിൻ്റെ ഒന്ന് കുഴച്ച് തരാം. ഇവിടെ ഇരുന്നുണ്ട്. അവിടെ ഇരിക്കുക ഞാൻ എടുത്തു തരാം. ആ വെള്ളവും അതും കൊണ്ടൊന്ന് കുഴച്ച് തന്നെ. എന്നാന്ന് വെച്ചാൽ അരിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അരി തന്നെയാണ് ശരിയാകും. പക്ഷേ ഇത് ഇതിനകത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അമ്മോറില്ല ഗോതമ്പ് ഇടണമെന്ന്. ഗോതമ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടതാ, വെള്ളം ഇട്ടും കുഴച്ചാൽ മതി. അവിടെ ഇരുന്നും കുഴക്കേ, എന്നാൽ നിന്നുകൊണ്ട് കുഴക്കും. ഉരുണ്ടുരുണ്ട് വരുന്നു ഞാൻ കുഴിച്ചിട്ട്. ആ കണ്ടോ, ഈ ഗോതമ്പൊടി ഇടാൻ ആരാ പറഞ്ഞേ? അരിപ്പൊട്ട് തിന്നാൻ ഇഷ്ടം കൊണ്ടാണ് ഈ അരി മേടിച്ചത്, അല്ല അരിപ്പൊടി മേടിച്ചത്. അപ്പൊ അതിനകത്ത് ഗോതമ്പ് വീഴണമെന്ന് പറഞ്ഞത് അമ്മയല്ലേ? ഗോതമ്പൂട്ട് വീണും ഇപ്പൊ പിന്നെ ഓരോരുത്തർ പറയുന്നതൊക്കെ കേൾക്കട്ടില്ല. പിന്നെ അങ്ങനല്ല, ഞാൻ ഗോതമ്പ് തന്നെ കഴിക്കും, എന്നിട്ട് ബാക്കി കഴിക്കുന്നു. മീനും കൂർക്കയും പിന്നെ ദോശയും ഉള്ളിക്കറിയും പിന്നെ രേച്ചാച്ചി ചായ കുടിച്ചു. ചായ മതിയോ? അത് വെച്ച് കൊടുക്കാം. ഞാൻ പറയുവാണ്, ഈ പഞ്ചസാര കുറച്ച് കൂട്ടും. എന്നെ അവിടെ പഞ്ചസാര ഇങ്ങനെ ചേടി 2 നേരം ചായ ആയിരുന്നു ഞാൻ കുടിക്കുന്നത്. പിന്നെ ഇവിടെ പഞ്ചസാര അവരുടെ ചായ കണക്കെന്നല്ല, കണക്കിനുള്ള പറയാം. 2 നേരം ചേർത്ത് ചായ ഇരുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അതിനകത്ത് എവിടെ നിന്ന് പഞ്ചസാര മേടിച്ചു ചോദിച്ചു. എവിടുന്ന് പഞ്ചസാര തീർന്നു പറഞ്ഞപ്പോ എന്തിനാ പഞ്ചസാര? 2 നേരം ചേർത്ത് ചായ തരും, പിന്നെ എന്തിനാ പഞ്ചസാര? ചേച്ചാൻ അവിടെ പഞ്ചസാര ഇല്ല. എന്നാലും ഞാൻ വന്നപ്പോ ഞാൻ മേടിപ്പിക്കുമായിരുന്നു പഞ്ചസാര. ചില ദിവസം കടുക്കാപ്പി വരെ കുടിക്കണം തോന്നുമ്പോ അവിടെ ഹോട്ടലിൽ പോയിട്ട് ഇന്നലെ കാപ്പി ഇട്ട് കൊടുത്തു കേട്ടാ, നല്ല ന്യായമായ രീതിയിലുള്ള പഞ്ചസാര. അമ്മ വീണ്ടും ഇട്ടിട്ട് പറയാം ഇതിനും ഇല്ലെന്ന്. പിന്നെ ഇടാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. പാവാടി അറിയത്തില്ല. ഇപ്പൊ ഉപ്പും പുളിയും ഇതൊന്നും അറിയത്തില്ല. മധുരവും ചിലപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കിയില്ലേ ഇഡലി, ഒന്ന് പറയാട്ടോ, ഇഡലിക്ക് ഭയങ്കര പുളിയാണ്. അത്രയും പുളിയില്ലാത്ത ഇഡലി ഞാനിവിടെ വളരെ ചുരുക്കം കഴിച്ചിട്ടുള്ളൂ. ശ്യാമളമ്മ ഉണ്ടാക്കുന്ന ഇഡലി വന്നിട്ടുണ്ടോ? പുളി കാരണം വായി വെക്കത്തില്ലാത്ത ഇഡലിയാ. എന്നിട്ട് പറയുക അല്ല ദോശ. ഇഡലി അങ്ങനെ ഉണ്ടാക്കാറില്ല. തൈര് കണ്ടിട്ട് തൈര് പുളിച്ച് ഒരു രക്ഷയില്ലാത്ത തൈര് എടുത്ത് വെച്ച് ചാച്ചും. എന്നിട്ട് തിന്നാൻ പറ്റുമോ? കുഞ്ഞൊക്കെ വാരി കഴിക്കാൻ നാളെ രാവിലെ എപ്പോഴായിരുന്നു ഇന്ന് വരെ ഞാൻ ക്ഷമിച്ചു. നാളെ നിനക്കടി ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പണി തരും. സ്കൂളിൽ കൊടുത്തല്ലേ ഞാന്. എടി കുളിച്ചിട്ട് പഠിക്കണം എപ്പോഴും, എന്നാലേ ഒന്നാമത്തെ കാര്യം കുളിച്ചിട്ട് പഠിച്ചാലേ നല്ല മനസ്സിലാവത്തുള്ളൂ. ഒന്ന് കൊടുത്ത സാധനം അതേപടി ഇരിക്കുകയാണ് കണ്ടോ. കൊടുത്ത സാധനം അതേപടി ഇരിക്കുന്നുണ്ടോ? നാളെ മുതൽ രാവിലെ കുളിച്ചില്ലെങ്കിൽ ഞാൻ 8ന്റെ പണി തരും അടുത്തത്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഈ സമയം നീ ഈ ഓട്ടം കൊണ്ടോ ഇപ്പൊ നീ പെട്ടെന്ന് വാരിത് മൊത്തം കഴിക്കാതെ ഇവിടുന്ന് പോവല. ശ്യാമള ഭയങ്കര സപ്പോർട്ടാണ്. ശാമ്പുവീട് ഇത് പറയുക കലിപ്പ നാരായണോട് ഭയങ്കര സപ്പോർട്ടാ. പിന്നെ അവിടെ എത്ര നേരം കൂടെ പോ. മുടി ഇങ്ങനെ അയച്ചോണോ പോന്നല്ലേ? സമയം പോയി, അതാണ് അതിനാണ്. ഇനി അടുത്തത് ആ ബാഗ് എടുത്തേക്കെ. ചാച്ചാ ബാ, ആ ബാഗ് എടുക്ക്. ചെല്ല് ബാ, ഇവിടെ വാടാ പൊന്നെ. അമ്മ ആ ബാഗ് ഇങ്ങനെ അപ്പുറത്തോടെ തരാം അമ്മേ. ആ
സയൻസ് അവിടെ പോ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പൊന്നെ പോ അമ്മ, പൊന്നെ പോ, അമ്മച്ചി ഇത് എടുത്ത് തരാം. അത് ഇവിടെ ഇങ്ങോട്ട് വാ, അപ്പുറത്തോടെ എടുത്ത് തരും അമ്മ. ആ അവിടെ നിൽക്കുക. ഇത് പിടിച്ചേ, അതല്ല ശരിക്കും കേട്ടോ, അങ്ങനെ മിടുക്കി. ആ തുറന്ന് അയ്യോ ആ അടച്ചിട്. അയ്യോ ആനാ അല്ല പട്ടീനെ തുറന്നിട്ടുണ്ട്, എനിക്ക് പേടിയാ. വാ പിന്നെ അങ്ങ് താഴെ വരെ പോവും. ബാ ശ്യാമളെ, ബാ നമുക്ക് പുട്ട് തിന്നാം. പുട്ട് തിന്നാം. പട്ടി വന്നോണ്ടല്ലോ. ചേട്ടന്റെ ഭാര്യ കണ്ടല്ലോ, ചേച്ചിനെ കണ്ടോ? കണ്ടില്ല. അതല്ല ദേവ ചേച്ചിന്റെ മോളെ കണ്ടോന്ന്. ഇല്ല, നീ കണ്ടോ? സ്കൂളിൽ പോയി. അനിത ചേച്ചി സ്കൂളിൽ പോയി. മതിയോ? ചേച്ചിയുടെ മോള് സ്കൂളിൽ പോയി. വീട്ടിൽ തന്നെ ഉണ്ട്. ആമി സ്കൂളിൽ പോയി. ആമി വന്നില്ല. ആ അമ്മയുടെ അനിയത്തിയും പോയി സ്കൂളിൽ. അനിയൻ ഇവിടെ ആരുമില്ല. ചേച്ചി സ്കൂളിൽ പോയി. മതിയോ? അമ്മ എവിടെയാ പോയി? ചേട്ടൻ രാവിലെ കുതിരനെ കുളിപ്പിക്കുന്നുണ്ട്. കുതിരനെ എണ്ണ തെപ്പിക്കാൻ വേണ്ടി കഴിച്ചു. ഞാൻ നിൽക്കാം. വേണ്ട, സമയമില്ല. കഴിച്ചോ? അപ്പം എന്താ കഴിച്ചെന്ന് പറയണോ? വേണ്ട, പറഞ്ഞിട്ടുണ്ട്. ജയ നിനക്കിട്ട് കുത്തി മനസ്സിലായോ? അപ്പം കടല്. അതാ നീ പറഞ്ഞ, നീ കഴിച്ച് പറയാനാണോ? ഇവിടെ കടലയാ. വിജയമ്മ എടുത്ത് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് കുഴപ്പമില്ല. വിജയമ്മ ആകുമ്പം കുഴപ്പമില്ല, ബാക്കി ആരോടും പറയണ്ട. വേണ്ടെന്നേ. വരട്ടെ, നമുക്ക് പോവാം. പെട്ടെന്ന് പോവാം, സമയം പോയി നമ്മുടെ. പെട്ടെന്ന് പോവാം, നല്ല കാണത്തുള്ളൂ. ഷൂ തിരിച്ചിട്ടുണ്ട് വരല്ലേ? ഷൂ നേരെ ഇടാൻ പഠിക്കണം കേട്ടോ. അത് പിന്നെ ഇടാം. മതി. അത് വീട്ടിൽ തന്നെ ഊഴിച്ചല്ലേ, അതുകൊണ്ടായി. സാരില്ല, വീട്ടിൽ പോകുമ്പോ ഊഴിച്ചോ. അമ്പലത്തിൽ വെച്ചിട്ട് മറന്നു പോയപ്പ. മതിയോ? പുല്ലൊക്കെ അപ്പൊ പാറമ്പല എവിടെയാ? കാണിക്കത്തില്ല. തെങ്ങിന്റെ മണ്ട പോയിട്ടേ അവിടെ എന്തോ കയറി നിൽക്കുക. നക്ഷത്രോ ഈ പാലോ? ഒരു ലൈറ്റ് വെളിച്ചം വന്നു. ആണോ? ഇവിടെ വെളിച്ചം വന്നേ. എവിടുന്നാ വെളിച്ചം വന്നേ? എവിടുന്നാ? എവിടുന്ന് വന്നു വെളിച്ചം? ഇവിടെയും വന്നൊരു വെളിച്ചം, രണ്ട് വെളിച്ചമുണ്ട്. അപ്പ എന്തൊരു പൂവുകളാ വന്നേക്കുന്നേ. ഒരു കാറ് എടുക്കുന്നുണ്ട്. കാറ് 6 അടിയോ ഒരു കാർ. തൂത്തിട്ടേക്കുവാ, ഇല വെച്ചേക്കുന്ന കണ്ട നോക്ക്. പൈപ്പ് മറ്റേ അപ്പൊ ഗേറ്റ് പഞ്ചായത്ത് പൈപ്പില്ലേ? അപ്പച്ചി ഒരു അപ്പ ഇവിടെ ആരില്ലല്ലേ? ഇവിടെ ആരില്ല. എവിടെ സ്ഥലം? വേറെ
ഓ എവിടെ കാറ് കയറി പോകുന്ന അല്ല അയ്യോ ചേച്ചി പോയി പോയി അവള് പോയി. അവളുടെ വണ്ടി വന്ന് കാണും. അവള് പോയി കാണും. എങ്ങനെ പോയോ പോയെന്ന് ബസ് വന്നു പോയി. അതിനെന്നാ പോകണ്ടേ? പിന്നെ പോകണ്ടേ? അപ്പൊ കഴിച്ചോ? ഞാൻ പുട്ട് കഴിച്ചു. ഞാൻ പുട്ട് പുട്ട് ബിരിയാണി കാണില്ല. ബിരിയാണി വന്ന ഒരുപടി താമസിച്ചാണ് ചിലപ്പോൾ. കാറിന് എന്തിനായിരുന്നു? വണ്ടി വരുന്നു. നമ്മൾ താമസിച്ചുകൊണ്ട് കറക്റ്റ് പെട്ടെന്ന് വണ്ടി വന്നു. അമ്മ വന്നില്ലടി ഇന്ന് അവധിയായിരിക്കും. ഇലക്ഷൻ്റെ സംഭവങ്ങളാണ് എല്ലായിടത്തും. ആരെങ്കിലും തൂത്താ പോരല്ലേ? ഇവിടെയാണ് മരം മുറിച്ചത്. നമ്മുടെ അങ്ങോട്ടുള്ള വഴി നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പം മരം പോയുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തിപ്പുറത്ത് നമ്മൾ നോക്കിയാണ്. പറ ചൂലാണോ? ഇവിടെ ഞാൻ തൂത്തിറങ്ങിക്കോളാം. പനയുടെ ചൂല് ഇതുവരെ കിട്ടിയില്ല. എന്നാടി അവിടം വരെ ഒരു ഫോൺ വിളി, എന്തോ ചുറ്റിക്കളിയൊക്കെ ഉണ്ടല്ലോ. വിനയോ? ഓ എന്നാ കുഴപ്പം, ഇതിപ്പോൾ നാട്ടു നടപ്പല്ലേ. തൂക്കുന്നുണ്ട്. തൂക്കുന്ന വെച്ചോ കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ചന്ദനം ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. തീർത്ഥം കുടിച്ചിട്ട് അതും ചൊറിയുന്നുണ്ടോ? കൊച്ചിൻ്റെ പിന്നെ ബസ് വരാറായില്ലായിരുന്നോ? നാരായണിയോ കണ്ടായിരുന്നോ അവിടെ? ഇന്ന് രാവിലെ നല്ല മൂടലാണ്. സമയം ഇപ്പോൾ ഒരു 9 മണിയായി. പക്ഷെ ഒരു 6:30-7 മണിയൊക്കെ ആയ പോലത്തെ മൂടലാണ് കേട്ടോ. വണ്ടി വരും. ബസ് അയ്യപ്പ ബസ്സൊക്കെ വരുമ്പോണ്ടല്ലോ റോഡിൽ കൂടെയൊക്കെ നടക്കുമോ. ഞാൻ പറഞ്ഞ വരയ്ക്ക് അപ്പുറം താഴെ കൂടെ നടക്കാവുള്ളൂ. ഈ താഴെ നിങ്ങൾ വരണം കേട്ടോ. RCM ഫ്രണ്ടിൽ പോയി ഇറങ്ങും. അല്ല പിന്നെ താഴോട്ട് ഇറങ്ങണം. ഇച്ചിരി പോയാൽ മതിയല്ലോ. RCM മുക്കിനല്ലേ, സാരമില്ല.
എപ്പോഴാണ് വരുന്നേ? വരുന്ന ഈ ശനിയാഴ്ച എനിക്ക് അതിന് പോകുന്ന വന്നിട്ട് പോയി ഞാൻ. വന്നിച്ച് പോകുന്നു. പിന്നെ ഈ ഡേ അല്ലേ ഡേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വന്നിച്ച് പോകുന്നു വേണ്ട. അല്ല ഡേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാടി. ഇപ്പൊ ഡേ ആണോ? അല്ല നൈറ്റ് ഒന്നുമില്ല. അവന് കറി വെച്ചിട്ട് വേണേ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് വരാമെന്ന് നോക്കാം. എന്നിട്ട് പിന്നെ പോകണം. 2 ദിവസം കഴിയുമ്പോൾ പോകണം. പിന്നെ പിന്നെ രാവിലെ വന്നാൽ നേരം കിട്ടത്തുന്നില്ല വെക്കാനും വിളിപ്പിക്കാൻ. അല്ല അതൊക്കെയെന്നല്ല പറഞ്ഞേ, പല പറഞ്ഞെന്നുള്ളൂ. കണ്ടോണ്ട് പിന്നെ നമ്മളതാ ഞാൻ കൂടുതൽ അങ്ങ് നിൽക്കുന്നത്. ചൂടൊക്കെ എന്തെങ്കിലും കറിയൊക്കെ വെച്ചിട്ടേ, മീനോ ഒക്കെ ആണെങ്കിൽ കറി വെച്ചിട്ട് അരി വല്ലതും അരച്ച് വെച്ചിട്ടേ ഇങ്ങ് പോരണം. ഫോൺ എടുത്തോ? എന്നാ കുട നോർക്ക്, വണ്ടി നോക്കി പോവുള്ളൂ. തയ്ക്കാൻ അവിടെ കൊടുക്കുന്ന ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, ഒന്നുമില്ല, ഞാൻ പോവാം. ഈ വഴിയുണ്ട്. നാരായണി വരാറായിട്ടുണ്ട്. വെയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് മുഖം കാണിച്ച് പോയതല്ലാതെ കാര്യമായിട്ട് വെയിൽ വന്നില്ല. ഇച്ചിരി താമസിച്ചല്ലേ, 10 മിനിറ്റോടെ മുമ്പ് വരുന്നതാണ്. 10 മിനിറ്റ് താമസിച്ചല്ലോ നീ. ഇവനെ കയ്യിൽ ശല്യം ചെയ്യല്ലേ, ഞാൻ ഉറങ്ങട്ടെ. ശാംഭവിയെ വിളിക്കണം. എന്തോ സംഭവം പണിയുന്നുണ്ട്. ബംഗാളികളാണ് പണിയുന്നത്. അതുകൊണ്ട് എന്നാ സംഭവം നമുക്കറിയത്തില്ല. തൂണൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ടാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ടാങ്കാണോ ഇത്രയും വലുതോ എന്താണോ. രാവിലെ അമ്പലത്തിലമ്പടം നോക്കിയപ്പോൾ കണ്ട ഈ കാണുന്ന റോഡാണ്. അതായത് ആ കെട്ടിടങ്ങളുടെ എല്ലാം ഇടയ്ക്ക് കൂടെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നോക്കിയത്. വണ്ടിയൊക്കെ പോകുന്നുണ്ട് ചെറുതായിട്ട് അവിടെ. ഈ റോഡാകുമ്പോൾ ആംബുലൻസ് പോകുന്നതല്ലോ. ബായിടെ ബായിടെ ബായിടെ
എന്നാ എന്താ ബോളിക്കണ്ട നമുക്ക് സാധനം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അടുത്ത് ഞാൻ എന്തത്തെ പറയത്തില്ല. അയ്യോ ഇനിയൊന്നുമല്ല. വേണ്ട വേണ്ട വേണ്ട, നേരെ പോ നേരെ പോ. ഓ തള്ളിക്കൊണ്ട് പോകണോ നിന്നെ? എന്നാണ്ട് വിശേഷമൊക്കെ? ചോറിനായിരുന്നു കറി? എങ്ങനെയായിരുന്നു കറി? ഒന്നുമില്ലാണോ ചോറ് തന്നെ? പോയാടി നിൽക്കാൻ. തക്കാളിയും ചീരവോ? ചുണ്ടോ? പയറിട്ട് വെച്ചു. സൂപ്പർ. മതിയോ? ഒരു ദിവസമില്ല, വിട്ടു നോക്കൂ. ഓ പിന്നെ കയറ്റാൻ തുടങ്ങിയില്ലോ. ഉണ്ട് വീട്ടിൽ അമ്മയുണ്ട്. ശ്യാമള പോയി, ചേച്ചാച്ചി എടുത്ത് പോയി. ശ്യാമളമ്മ എന്നാത്തിനാണോ? എന്തിനാ എന്തിനാടി ചേച്ചാച്ചി എടുത്ത് പോയേ? എന്നാ കിട്ടോ ഫോണോ? Go. ഇന്നും ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്നും ഒരിക്കലും നിനക്ക് ഇതുവരെ പഠിച്ചില്ലേ? നാളെന്ന് ചോദിക്കുന്നു. ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇന്ന് ക്ലാസ് ഉണ്ടോ? നാളെയും ക്ലാസ് ഉണ്ട്, ഇന്നും ക്ലാസ് ഉണ്ട്. പോ മടുപ്പിക്കാതെ. ഞാൻ കണ്ടില്ലേ ഇന്ന് അവള് പോയില്ലെന്ന് തോന്നുന്നു. ഇന്ന് പോയില്ലെന്ന് തോന്നുന്നു. പോയോ? എന്തിനാ വരാതെ? വന്നു കാണും അല്ലേ? പുട്ട്, കടല. ഉണ്ടോ? പയ്യെ പോയാ ഒന്നുമില്ല. പെട്ടെന്ന് നീ മിണ്ടാതെ പോക്കോണേ. അവിടെ ഒന്നും ആരുമില്ല. എനിക്കറിയത്തില്ല. ഇവിടെ ഇല്ല, അവിടെ ഇല്ല. നീ ഉണ്ടോ? തിരക്കായോ നീ? പൊക്കോ ആരുമില്ല ഇവിടെ ഒന്നും. അതാരാണോ പോന്നീ?
ഇതാരാ ജയ ആ ഏവന്നോ പേടിയാ നടക്കും ചേച്ചി ഇവിടെ ചേച്ചിയുണ്ട് ചേച്ചി ആണെന്ത് അവളെ പോയില്ല ചേച്ചി എടുത്തു ഞാൻ പറഞ്ഞു രാവിലെ പറഞ്ഞില്ല ചേച്ചി എടുത്ത് പോകുന്ന ആ അമ്മച്ചോ ചേച്ചി ഇവിടെ ഉള്ളുണ്ടോ ഡ്രസ്സ് മാറാം ഷൂ നേരെ ഇട്ടോണ്ടോ വന്ന് ഇന്ന് ഷൂ നേരെ ഇട്ട് മുട്ടിക്ക് അതല്ല അതൊന്നും അല്ല ലൈറ്റ് ഇപ്പോൾ ഇട്ടാ അവള് ആ അതല്ല ഓഫി ആ ഓഫി അടുത്ത ഓഫി കിണറിൻ്റെ അവിടുത്തെ കിടക്കുവാടി അത് ഓഫി അങ്ങേറ്റം ആ അതെ ഓക്കെ പോകോ കയറി പോകോ മേളിൽ കയറിയിട്ട് ഊരിയാൽ മതി ചെരുപ്പ് നാരായണി ഊരി കൊടുക്കടി നാരായണ ഊരി തരടി അങ്ങോട്ട് കയറ് അവിടെ വിട്ടിരുന്നു